എൻ്റെ പേര് ജസ്ന. ഞാൻ മഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ NIT PhD ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ എൻ്റെ ഒരു പേപ്പർ ഞാൻ പല ജേണലിലേക്ക് അയക്കുകയും 5 മാസത്തോളം 5 ജേണലിൽ നിന്ന് എനിക്ക് റിജക്ഷൻ വരികയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് റീസൺസ് ഒന്നും പറയാതെ തന്നെ റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ എനിക്കെന്തൊരു തടസ്സം പോലെ തോന്നിയിരുന്നു. ഞാൻ ജനുവരിയിലാണ് ഈ എൽ റുഹയെ പറ്റിയും അത്ഭുത ജപമാലയെ പറ്റി അറിയുന്നത്. ഞാനിവിടെ വന്നു, കൺവെൻഷന് വന്ന് പ്രാർത്ഥിച്ചു. ജനുവരി 31 കൺവെൻഷനിൽ അച്ഛൻ പറഞ്ഞു, സഹനപാതയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഞാൻ വീട്ടിലെത്തുമ്പം തന്നെ എനിക്ക് മെയിൽ വളരെ പോസിറ്റീവായിട്ട് ഒരു ജേണലിൽ നിന്ന് ഒരു റിവ്യൂവറിൻ്റെ മെയിൽ വന്നു. വളരെ നല്ലൊരു പേപ്പറാണെന്ന് പറഞ്ഞു. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നില്ലേ. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കണ്ടോ, സഹനപാതയിൽ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കണ്ടോ. അപ്പം നിങ്ങൾ ആ പറഞ്ഞ പ്രകാരം പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സഹനപാതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണേന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ എപ്പോഴെങ്കിലും ഒരു സമയം കണ്ടെത്തി വരുമ്പോഴോ പോകുമ്പോഴോ ഇനി ഈ ഒരു ഇടനേരോ എപ്പോഴെങ്കിലും പോയി ആ സഹനപാതയിൽ പോയി ആ പറഞ്ഞ പ്രകാരം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയമങ്ങൾ എഴുതി സമർപ്പിച്ച് പൊക്കോളൂ കേട്ടോ. അത് തന്നെ 2 റിവ്യൂവേഴ്സും പിന്നെയും പറഞ്ഞു അത് കഴിഞ്ഞ ആഴ്ച എനിക്ക് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് മെയിൽ വന്ന്. പിന്നെ എനിക്കൊരു ജനുവരിയിൽ ഒരു ജോയിൻറ്റ് പെയിൻറ്റിൻ്റെ ഇഷ്യൂ വരികയും ഞാൻ ഡോക്ടറെ കാണിക്കുകയും അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പം കുറേ ബ്ലഡ് ടെസ്റ്റുകൾ തന്നിരുന്നു. അപ്പം വളരെ പേടിച്ചാണ് ഓരോ ബ്ലഡ് ടെസ്റ്റിനും പോയിരുന്നത്. അപ്പോൾ അത്ഭുത ജപമാലയിൽ നിയോഗം വെച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ തേൻ കഴിച്ചും പ്രാർത്ഥിച്ചുമാണ് പോയിരുന്നത്. അപ്പോൾ പിന്നീടുള്ള ബ്ലഡ് ടെസ്റ്റിൽ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം നെഗറ്റീവ് എന്നും പറഞ്ഞ് വന്നു. അച്ഛൻ അത്ഭുത ജപമാലയിൽ ഇങ്ങനെ ഭയത്തോടെ ബ്ലഡ് ടെസ്റ്റ് നോക്കിയിരിക്കുന്നവരെ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ബ്ലഡ് ടെസ്റ്റുകൾ നെഗറ്റീവായിട്ട് എനിക്ക് വന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്ത സമയത്ത് കണ്ണിന് പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു അതിലൊരു സ്വെല്ലിങ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊത്തിരി വിഷമമായി. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. അന്നത്തെ ലൈവിൽ ഞാൻ വൈകുന്നേരം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്നത്തെ ആദ്യം തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു കണ്ണിന് പ്രോബ്ലം ഉള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഫെബ്രുവരി 3-ാം തീയതിയിലെ ചൊവ്വാഴ്ച. അപ്പം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈശോയെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ റാഫേൽ മാലായുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനകത്ത് കണ്ണ് സുഖപ്പെടുത്തുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ടായിരുന്നു നൊവേനയിൽ. അപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. പിന്നീട് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ണിന് അങ്ങനെ പ്രോബ്ലം കാണുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛൻ അന്നത്തെ ഏകദിനത്തിൽ തന്നെ 3 കാര്യങ്ങളായിരുന്നു: റാഫേൽ മാലായുടെ നൊവേന, സഹനപാത, മിറാക്കുലസ് മെഡലിൻ്റെ ഉപയോഗം. ഈ 3ഉം എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു. അതും അനുസരിച്ച് പ്രാർത്ഥിച്ചത്. മിറാക്കുലസ് മെഡൽ ഞാൻ കൈവച്ചത് മുതൽ ഞാനൊരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കിട്ടാത്ത ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാശ് രൂപ ഞാൻ കൈവച്ച ശേഷം പിന്നീട് എനിക്ക് വന്ന വർക്കുകൾക്ക് ഞാൻ പേയ്മെൻറ്റ് ചോദിച്ചതിനനുസരിച്ച് എനിക്ക് പേയ്മെൻറ്റ് ലഭിച്ച ഒരു അനുഗ്രഹം തന്നു. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞ നമ്മളവരെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. സാമ്പത്തിക ഞെരുക്കമുള്ളവർ ശ്രദ്ധിക്കുക. ഒരു മിറാക്കുലസ് മെഡൽ വാങ്ങി പേഴ്സിൻ്റെ ഉള്ളിൽ വയ്ക്കുക, അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ശമ്പള തടസ്സമുള്ളവർ, പൈസ കിട്ടാത്തവർ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ. ഇപ്പോൾ മകൾ ചെയ്ത് സാക്ഷ്യം കേട്ടില്ലേ, നമ്മൾ സ്ഥിരം ഇവിടെ പറയുന്നൊരു കാര്യമാണ്. പിന്നെ സാമ്പത്തിക മേഖലയിൽ ഞെരുക്കങ്ങളുള്ളവർ ഒരു മിറാക്കുലസ് മെഡൽ കൈവശം വയ്ക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക പൈസ എവിടെയാണ് സൂക്ഷിക്കണേ അവിടെ ഒരു മിറാക്കുലസ് മെഡൽ വയ്ക്കുക. അപ്പോൾ പേഴ്സായിരിക്കും, അപ്പോൾ പേഴ്സിൽ വയ്ക്കുക. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പേഴ്സിൽ എന്ത് ചെയ്ത പൈസ ഇരിക്കാത്ത അവസ്ഥ, എപ്പോഴും സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ ലോൺ അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ, അവരൊക്കെ ഇത് കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് ആദ്യമായിട്ട് വരുന്നത്, കുറേ പേര് ആദ്യമായിട്ടാവും കേൾക്കുന്നത്. അപ്പോൾ ഒരു മിറാക്കുലസ് മെഡൽ, അത്ഭുത മെഡൽ എന്ന് മലയാളത്തിൽ പറയും, അത് വെഞ്ചരിച്ചത് വയ്ക്കുക കേട്ടോ.